ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തേപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ ഒരു കുട്ടി നിങ്ങളെ തേക്കാൻ പോകുവാണോ അല്ലയോ, ഇതെങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഫുൾ ടൈം ബിസി ആയിരിക്കും. നിങ്ങളോട് മിണ്ടാനോ ഒന്നിനും അവർക്കൊരു താല്പര്യം കാണില്ല. നിങ്ങളിപ്പോൾ നടക്കാനൊക്കെ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അവർ പറയും, ഓ ഞാനൊന്നും വന്നില്ലടാ, നീ വേണേ പൊക്കോ, എനിക്ക് വയ്യ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മെസ്സേജ് ഒക്കെ അയക്കണേ, ഓ ഇങ്ങനെയൊക്കെ മാത്രം മെസ്സേജസിന് റിപ്ലൈ തരിക. അതായത് നിങ്ങളോട് മിണ്ടാനും നിങ്ങളെടുത്തിരിക്കാനൊന്നും ഒട്ടും താല്പര്യം അവർ കാണിക്കുന്നില്ലെങ്കിൽ ഇത് തേപ്പിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ എപ്പോഴും നിങ്ങൾ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ അടി കൂടുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പണ്ട് നടന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ടാവാം. ഇങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ എപ്പോഴും എന്നും വഴക്കിടുന്നുണ്ടെങ്കിൽ അതും തേപ്പിൻ്റെ ഒരു കാരണമാകാൻ ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളും ആ കുട്ടിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും ആ കുട്ടി പുറത്തുനിന്നുള്ള ഒരാൾ നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അതായത് ആ ഒരു പുരുഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവൻ്റെ ഹെയർ സ്റ്റൈൽ നോക്ക്, നിങ്ങൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഓ നിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ എന്ത്, അതൊക്കെ അവൻ്റെ ഹെയർ സ്റ്റൈല്, അവൻ്റെ ആ ലുക്ക്, ആ ആറ്റിറ്റ്യൂഡ്, ആ ഡ്രസ്സിങ്, ആ സ്റ്റൈല്, അവൻ്റെ ആ ക്യാരക്ടർ, ഇതൊക്കെ എന്ത് രസമാണ്. എനിക്കാണെങ്കിൽ അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യണം. എനിക്ക് അവൻ എന്താണെന്നറിയില്ല, എപ്പോഴും അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയാനും അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എപ്പോഴും ഒരാളെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നുണ്ട് എങ്കിൽ അതും തേപ്പിൻ്റെ ഒരു ലക്ഷണമാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളോട് പണ്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കുട്ടി ഇന്ന് നിങ്ങളുമായിട്ട് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരെപ്പോഴും ഫോണിലായിരിക്കും, ആരോടൊക്കെയോ മെസ്സേജ് അയക്കുന്നു, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. പക്ഷെ നിങ്ങൾ അടുത്തിരിക്കുന്നുള്ള ഒരു കാര്യം പോലും അവരെ ഓർക്കുന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പോലും നൽകാതെ ആരെങ്കിലും ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് എപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് തേപ്പിൻ്റെ ഒരു ലക്ഷണമായി കാണാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോൺ എടുത്ത് നോക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിലും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലിരിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങളായിരിക്കണം അവരുടെ ഫോണിൻ്റെ പാസ്വേഡും ലോക്കും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നേ. നിങ്ങൾക്ക് അറിയാത്ത ഒരു രഹസ്യം അവരുടെ ലൈഫിൽ ഇല്ലായിരുന്നു. ഇന്ന് ആ വ്യക്തി തന്നെ നിങ്ങളെ ഫോൺ കാണാനോ അവരുടെ പാസ്വേഡ് നിങ്ങളോട് പറയാതിരിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതും തേപ്പിൻ്റെ ഒരു കാരണമാകാൻ വഴിയുണ്ട്. ഇനി അവർക്ക് നിങ്ങളെ തേക്കണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് അവരോട് ഓപ്പണായിട്ട് ചോദിക്കാം. ഇനി അവർക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ അവരെ വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എന്നെ ഇട്ടിട്ട് പോകലേ എന്നൊന്നും പറഞ്ഞ് ആരുടെയും പുറകെ കാലെന്ന് പിടിച്ച് നടക്കാൻ ആരും നിൽക്കേണ്ട. അങ്ങനെ ബെക്ക് ചെയ്ത ഒരു സ്നേഹം വാങ്ങിയെടുക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ മനസ്സിൽ നിന്നും ആത്മാർത്ഥമായിട്ട് തോന്നേണ്ട ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.